നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള സമയപരിധി അവസാനിച്ചതോടെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. മത്സര രംഗത്ത് 9 സ്ഥാനാർത്ഥികൾ. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബാംഗങ്ങൾക്ക് ആശ്വാസവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി എത്തി. പെരിയ ഇരട്ടക്കൊലക്കേസ് CBIക്ക് വിടണമെന്ന കുടുംബാംഗങ്ങളുടെ ആവശ്യത്തെ സർക്കാർ ഹൈക്കോടതിയിൽ എതിർക്കരുതെന്ന് AK ആന്റണി. കാസർഗോട്ടുകാർക്ക് ത്രസിപ്പിക്കുന്ന അനുഭവങ്ങൾ സമ്മാനിച്ച് കാസർഗോഡ് ഫാഷൻ ലീഗ്. സന്ധ്യാരാഗം ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ നടന്ന ഫാഷൻ ലീഗിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രശസ്ത മോഡലുകൾ അണിനിരന്നു. ജില്ലയിൽ വാഹനാപകടം മൂലം പരിക്കേൽക്കുന്നവർക്കായി സൗജന്യ സർവീസ് നടത്താനൊരുങ്ങി ആംബുലൻസ് ഡ്രൈവർമാർ. ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ജില്ലാ കമ്മിറ്റി ഓഫീസ് നായന്മാർ മൂലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ദേശീയ സെക്രട്ടറി G. ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു. തളങ്കര മുസ്ലിം ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1975 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മംഗലാപുരത്തെ പ്രഗത്ഭ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകി. വിശദമായ വാർത്തകളിലേക്ക്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള സമയപരിധി അവസാനിച്ചതോടെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. 9 സ്ഥാനാർത്ഥികളാണ് തിരഞ്ഞെടുപ്പ് ഗോതയിലുള്ളത്. തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശക്തമായ പോരാട്ടം നടക്കുമെന്ന് പ്രവചിക്കപ്പെടുന്ന കാസർഗോഡ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളെല്ലാം പ്രചരണത്തിന്റെ ആവേശച്ചൂടിലാണ്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിച്ചതോടെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ 9 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 3 മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പുറമെ BSP, API എന്നീ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും 4 സ്വതന്ത്രരുമാണ് സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്. LDF സ്ഥാനാർത്ഥിയായി KP സതീഷ് ചന്ദ്രനും NDA സ്ഥാനാർത്ഥിയായി രവീശ തന്ത്രി കുണ്ടാറും UDF സ്ഥാനാർത്ഥിയായി രാജ്മോഹൻ ഉണ്ണിത്താനും ബഹുജൻ സമാജ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി TK ബഷീറും അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായി B. ഗോവിന്ദനും നരേന്ദ്രകുമാർ K, R. രമേശൻ, രണദിവൻ RK, സജി എന്നീ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമാണ് മത്സര രംഗത്തുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ജില്ലയിൽ നിന്നും 10,11,031 വോട്ടർമാർ വിധി നിർണയിക്കും. 24,859 പേർ പുതിയ വോട്ടർമാരാണ്. പ്രവാസികൾ ഉൾപ്പെടെയുള്ള സമ്മതിദായകരിൽ 5,15,942 സ്ത്രീകളും 4,95,088 പുരുഷന്മാരുമാണ്. ജില്ലയിൽ നിന്നും ആദ്യമായി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ 1 വോട്ടറും സമ്മതിദായക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 111 സ്ത്രീകൾ ഉൾപ്പെടെ 3,276 പ്രവാസി വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. ഇക്കഴിഞ്ഞ മാർച്ച് 25 വരെ വോട്ടർ പട്ടികയിൽ ഓൺലൈനായി ലഭിച്ച അപേക്ഷകരിൽ യോഗ്യരായവരെ കൂടി ഉൾപ്പെടുത്തി ഏപ്രിൽ 5 പ്രസിദ്ധീകരിച്ച പുതിയ കണക്കാണിത്. 2019 ജനുവരി 30 പ്രസിദ്ധീകരിച്ച കണക്ക് പ്രകാരം ജില്ലയിൽ 9,86,172 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. പുതുതായി 24,859 പേരാണ് പട്ടികയിൽ ഇടം നേടിയത്. പുരുഷന്മാരിൽ 13,121 പേരുടെയും സ്ത്രീ വോട്ടർമാരിൽ 11,739 പേരുമാണ് ജില്ലയിൽ പുതുതായി വോട്ടവകാശത്തിന് അർഹത നേടിയത്. കാസർഗോഡ്, മഞ്ചേശ്വരം നിയോജക മണ്ഡലങ്ങളിൽ പുരുഷ വോട്ടർമാരാണ് കൂടുതലുള്ളത്. മഞ്ചേശ്വരത്ത് 1,66,024 പുരുഷന്മാരും 1,54,062 സ്ത്രീകളുമായി ആകെ 2,12,086 വോട്ടർമാരാണുള്ളത്. കാസർഗോഡ് 96,742 പുരുഷന്മാരും 96,233 സ്ത്രീകളുമായി ആകെ 1,92,975 വോട്ടർമാരാണുള്ളത്. പ്രവാസി വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ളത് തൃക്കരിപ്പൂരിലും കുറവ് കാസർഗോഡ് നിയോജക മണ്ഡലത്തിലുമാണ്. 1,500 സർവീസ് വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലാണ്. കാസർഗോഡ് മണ്ഡലത്തിലാണ് ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള സമയപരിധി അവസാനിച്ചതോടെ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഓരോ മണ്ഡലത്തിലും തിരഞ്ഞെടുപ്പിൻ്റെ ആവേശ കാഴ്ചകളാണ്. തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശക്തമായ പ്രചരണ പരിപാടികളാണ് മുന്നണികൾ നടത്തുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളടക്കമുള്ളവർ ഓരോ മേഖലകളിലും പ്രചരണ പരിപാടികളുടെ തിരക്കിലാണ്. പ്രമുഖ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ മണ്ഡലങ്ങളിലെ 1ഉം 2ഉം ഘട്ട പര്യടനങ്ങളടക്കം പൂർത്തീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCN.
കൊല ചെയ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബാംഗങ്ങൾക്ക് ആശ്വാസവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി എത്തി. വേദന തിന്നു കഴിയുന്ന കുടുംബാംഗങ്ങളെ അദ്ദേഹം ആശ്വസിപ്പിച്ചു. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബാംഗങ്ങളെ ചേർത്ത് പിടിച്ചപ്പോൾ എ കെ ആന്റണിയും ഒരു നിമിഷം വിതുമ്പി. ശരത് ലാലിനെയും കൃപേഷിനെയും സംസ്കരിച്ച സ്ഥലത്തെത്തി കൈകൂപ്പി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി അവരുടെ വീടുകളിലെത്തിയത്. കണ്ണീരുണങ്ങാത്ത വീട്ടുകാരെ ചേർത്ത് പിടിച്ച എ കെ ആന്റണി ആശ്വസിപ്പിക്കുവാൻ വാക്കുകൾ കിട്ടാതെ കുറേ സമയം നിന്നു. കരയരുത് എന്ന് വീട്ടുകാരെ ആശ്വസിപ്പിച്ച എ കെ ആന്റണി കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും സഹായമുണ്ടാകുമെന്നും കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കുചേരുന്നുവെന്നും അറിയിച്ചു. തേങ്ങലുകൾ ഉയർന്ന വീടുകളിൽ നിന്നും വേദന നിറഞ്ഞ മുഖത്തോടെയാണ് എ കെ ആന്റണി പുറത്തിറങ്ങിയത്. കേസന്വേഷണം CBIക്ക് വിടണമെന്ന ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും കുടുംബാംഗങ്ങളുടെ ആവശ്യത്തെ സർക്കാർ ഹൈക്കോടതിയിൽ എതിർക്കരുതെന്ന് എ കെ ആന്റണി ആവശ്യപ്പെട്ടു. പെരിയ ഇരട്ടക്കൊലപാതകത്തിൽ ഒന്നും മറച്ചുവെക്കുവാനില്ലെങ്കിൽ CBI അന്വേഷണത്തിന് ഉത്തരവിടുവാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. ഇതോടുകൂടി കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകം കുഴിച്ചു മൂടപ്പെടണമെന്നും ഇതാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ അജണ്ടയെന്നും എ കെ ആന്റണി പറഞ്ഞു. ഈ സാക്ഷര കേരളത്തിൽ ഇതോടുകൂടി രാഷ്ട്രീയ കൊലപാതകങ്ങൾ കുഴിച്ചു മൂടപ്പെടാൻ സാധിക്കണം. ഈ തെരഞ്ഞെടുപ്പിലെ ഒരു മുദ്രാവാക്യമായിരിക്കണം. അത് ആവർത്തിക്കാൻ തയ്യാറുണ്ടോ, പ്രതിഷേധിക്കാൻ തയ്യാറുണ്ടോ, അവർക്ക് മാത്രമേ വോട്ട് നൽകാൻ സാധിക്കൂ. ഇനി കേരളത്തിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ്റെയും ജീവൻ പിഴച്ച് മരിക്കാൻ സാധ്യമല്ല, രക്തം ചിന്താൻ സാധ്യമല്ല. തിരഞ്ഞെടുപ്പിൽ CPMന് കേരളീയ മനസാക്ഷി ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നൽകും. രാഷ്ട്രീയ കൊലപാതകം കുഴിച്ചു മൂടുകയെന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന അജണ്ട. വടകര, കണ്ണൂർ, കാസർഗോഡ് മണ്ഡലങ്ങളിൽ കൊലപാതക രാഷ്ട്രീയത്തിനെതിരായ വിധിയെഴുത്ത് ഉണ്ടാകുമെന്നും എ കെ ആന്റണി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCN. CPM നേതാക്കൾ എന്നും സ്വീകരിച്ചിരുന്നത് അക്രമവും കൊലപാതകവും ധിക്കാര സമീപനങ്ങളാണെന്നും ഈ സമീപനങ്ങൾക്കെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും വരുന്ന തിരഞ്ഞെടുപ്പ് ഫലമെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി പെരിയയിൽ നടന്ന UDF തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണിയുടെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികൾക്കുള്ള തുടക്കമായിരുന്നു പെരിയയിൽ നടന്ന പൊതുയോഗം. CPM നേതാക്കൾ എന്നും സ്വീകരിച്ചിരുന്നത് അക്രമവും കൊലപാതകവും ധിക്കാര സമീപനങ്ങളാണെന്നും എ കെ ആന്റണി പറഞ്ഞു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് CPMകാരുടെ ഈ സമീപനങ്ങളെ പാടെ മാറ്റിമറിക്കുന്ന വിധിയെഴുതുമെന്നും ആന്റണി കൂട്ടിച്ചേർത്തു. ഇത്രയും നടന്ന കൊലപാതകങ്ങളുടെ ശിക്ഷയെന്ന നിലയിൽ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയെ നമുക്ക് പരമദയനീയമായി തോൽപ്പിക്കാൻ സാധിക്കും. കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയങ്ങളുടെ ഏറ്റവും വലിയ കുരുതിക്കളം കാസർഗോഡ്, കണ്ണൂർ, വടകര, നാദാപുരം പ്രദേശങ്ങളാണ്. അതുകൊണ്ട് ഈ കാസർഗോഡ് ഇത്തവണ പഴയ കാസർഗോഡാകണം. എനിക്ക് ഓർമ്മയുള്ളൊരു കാസർഗോഡുണ്ട്. തുടക്കം AK ഗോപാലൻ ഓടിപ്പോയൊരു കാസർഗോഡുണ്ട്. EK നായനാരെ മീശ മുളയ്ക്കാത്ത കടന്നപ്പള്ളി രാമേന്ദ്രൻ തോൽപ്പിച്ച് കാസർഗോഡുണ്ട്. കടന്നപ്പള്ളി രാമേന്ദ്രൻ നായനാരെ തോൽപ്പിച്ച കാസർഗോഡാകണം. രാമറായി ജയിച്ച കാസർഗോഡാകണം. കാസർഗോഡ് ജില്ലയിൽ അടിയൊഴുക്കുകൾ സൃഷ്ടിക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താന് സാധിക്കുമെന്നും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ണിത്താൻ പൂർണ്ണ ജനപിന്തുണയോടെ വിജയിക്കുമെന്നും അദ്ദേഹം പൊതുയോഗത്തിൽ കൂട്ടിച്ചേർത്തു. ഒപ്പം പെരിയയിൽ കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാനും ആന്റണി മറന്നില്ല. കൊലപാതക കേസ് CBIക്ക് വിടണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുയോഗത്തിൽ UDF ജില്ലാ ചെയർമാൻ MC ഖമറുദ്ദീൻ അധ്യക്ഷനായി. G ദേവരാജ്, KP കുഞ്ഞിക്കണ്ണൻ, G രതികുമാർ, K നീലകണ്ഠൻ, ഹക്കീം കുന്നിൽ, അഡ്വക്കേറ്റ് CK ശ്രീധരൻ, A ഗോവിന്ദൻ നായർ, ഹരീഷ് P നായർ, ബാലകൃഷ്ണൻ പെരിയ, കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, V കമ്മാരൻ, ബഷീർ വെള്ളിക്കോത്ത്, ഗീതാ കൃഷ്ണൻ, ധന്യ സുരേഷ് എന്നിവർ സംസാരിച്ചു. കാസർഗോട്ടുകാർക്ക് ത്രസിപ്പിക്കുന്ന അനുഭവങ്ങൾ സമ്മാനിച്ച് കാസർഗോഡ് ഫാഷൻ ലീഗ്. മുനിസിപ്പൽ സന്ധ്യാരാഗം ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ നടന്ന ഫാഷൻ ലീഗിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രശസ്ത മോഡലുകൾ അണിനിരന്നു. കേരളത്തിലെ പ്രശസ്ത ഡിസൈനർമാരുടെ ഏറ്റവും പുതിയ ട്രെൻഡിംഗ് ഫാഷനുകൾ കാസർഗോഡ് ഫാഷൻ ലീഗിൽ അവതരിപ്പിച്ചു.
അവരോടൊപ്പം കാസർകോട്ടെ ഡിസൈനർമാർക്കും ബ്രാൻഡുകൾക്കും തങ്ങളുടെ ഡിസൈനുകൾ അവതരിപ്പിക്കുവാനുള്ള വേദി കൂടിയായി ഫാഷൻ ലീഗ് മാറി. 100ഓളം പുരുഷ വനിതാ കുട്ടി മോഡലുകൾ ഫാഷൻ ലീഗിൽ റാമ്പിലെത്തി. പ്രൊഫഷണൽ മോഡലുകൾക്കൊപ്പം കാസർകോട്ടെ പുരുഷ കുട്ടി മോഡലുകൾക്കും പങ്കെടുക്കുവാനുള്ള അവസരവും ഒരുക്കിയിരുന്നു. പ്രശസ്ത ഗായിക ഗായകന്മാരും നർത്തകരും അണിനിരന്ന മ്യൂസിക്കൽ ഈവന്റും ഫാഷൻ ലീഗിനോടനുബന്ധിച്ച് നടന്നു. കാസർഗോഡ് ആർട്ട് ഫോറവും സാൻ ഈവന്റുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് KCN. തളങ്കര മുസ്ലിം ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1975 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മംഗലാപുരത്തെ പ്രഗത്ഭരായ 40ഓളം ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകി. നായന്മാർമൂല തൻബുഹിൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. 3000-ൽ പരം രോഗികൾ ക്യാമ്പിൽ പങ്കെടുത്തു. മുന്നാട് പീപ്പിൾസ് കോളേജിലെയും LBS എഞ്ചിനീയറിംഗ് കോളേജിലെയും NSS ടീമുകളുടെ സേവനവും ക്യാമ്പിലുണ്ടായിരുന്നു. തളങ്കര മാലിക് ദിനാർ ഹോസ്പിറ്റലിലെ നഴ്സുമാരും മംഗലാപുരത്തെയും മറ്റും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേതായി 40ഓളം ഡോക്ടർമാരും ക്യാമ്പിൽ പങ്കെടുത്തു. ഈ സംരംഭം ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിലും ഞങ്ങളെല്ലാവരും ഈ സംഘാടകർ വളരെ സന്തോഷത്തിലാണ്. ഞങ്ങൾ വീണ്ടും ഇതുപോലുള്ള സംഭവങ്ങൾ ഇനിയും ചെയ്യുമെന്നുള്ള ഉറപ്പ് കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട്. നാട്ടുകാരുടെ സഹകരണം, സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ സഹകരണം, പ്രത്യേകിച്ചിട്ട് ഞങ്ങളുടെ ടീം മെമ്പേഴ്സിൻ്റെ സഹകരണം വളരെ സക്സസ്ഫുള്ളാണ്. എന്നെ നെല്ലിക്കുന്നി MLA, AT അബ്ദുള്ള, യഹിയ തളങ്കര തുടങ്ങിയ നിരവധി പ്രമുഖർ ക്യാമ്പ് സന്ദർശിച്ചു. ന്യൂസ് ഡെസ്ക് KCN. കാലിച്ചാനടുക്കം ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രീ പ്രൈമറി ഫെസ്റ്റും 63ാം വാർഷികാഘോഷവും നടന്നു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. കാലിച്ചാനടുക്കം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ 63ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി പ്രീ പ്രൈമറി ഫെസ്റ്റും സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലയിലെ ആദ്യത്തെ IPS ജേതാവായ TK വിഷ്ണുപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഈ അധ്യയന വർഷം വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചടങ്ങിൽ രക്ഷിതാക്കൾ, അധ്യാപകർ, നാട്ടുകാർ തുടങ്ങി ഒട്ടനവധി പേർ പങ്കെടുത്തു. ജില്ലയിൽ വാഹനാപകടം മൂലം പരിക്കേൽക്കുന്നവർക്കായി സൗജന്യ സർവീസ് നടത്താനൊരുങ്ങി ആംബുലൻസ് ഡ്രൈവർമാർ. ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. പി സ്മാരക ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി അനു സാമുവൽ ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയിൽ എത്രമാത്രം നല്ല രീതിയിൽ പ്രവർത്തിക്കാം. ഇന്ന് നമുക്കറിയാം, മുൻകാലങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ആംബുലൻസ് ഡ്രൈവർമാർക്ക് ഏറ്റവും കൂടുതൽ ട്രെയിനിങ്ങും അതേപോലെ എല്ലാവിധ പരിശീലനങ്ങളും കിട്ടിയ വർഷമായി കഴിഞ്ഞ 1.5 വർഷം. അത് നമ്മുടെ ഏരിയയിലേക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞ വലിയൊരു നേട്ടം തന്നെയാണ്. പല മേഖലയിലും ഒരുപാട് നമ്മുടെ നമ്പർമാർ കഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ
സാമ്പത്തികമായിട്ടും അതേപോലെ തന്നെ നമ്മുടെ ജോലി എത്രമാത്രം ടെൻഷൻ അനുഭവിക്കുന്ന ജോലിയാണ്. ഈ മേഖലയിൽ അവരുടെ ആ ഭാരം കൊടുക്കുക അല്ലെങ്കിൽ അവരെ ഒന്ന് സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ നമ്മളുടെ കഴിഞ്ഞ വർഷം നേട്ടമാണ് നമ്മുടെ ആംബുലൻസ് സർവീസ് വെൽഫെയർ സൊസൈറ്റിക്ക് രൂപം നൽകി. ജില്ലയിൽ വാഹനാപകടം മൂലം പരിക്കേൽക്കുന്നവർക്കായി സൗജന്യ സർവീസ് നടത്താൻ സമ്മേളനം തീരുമാനിച്ചു. ആംബുലൻസ് ഡ്രൈവർ തൊഴിലാളികളെ ക്ഷേമനിധി പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് മുനീർ ചെമ്മനാട് അധ്യക്ഷനായ ചടങ്ങിൽ MVI ടി വൈകുണ്ഠൻ മുഖ്യാതിഥിയായി. ഡോക്ടർ സുരജ് നമ്പ്യാർ, ഗോപാലകൃഷ്ണൻ മാവില, സാജുദ്ദീൻ ചിറക്കൽ, ഹസൻ തൃക്കരിപ്പൂർ, സിമിർ എടക്കര, റജി ജോസ്, ഡെന്നീസ് പോൾ, സാബു തോമസ്, റാഷിദ് ചങ്ങരക്കുളം, ബാബുരാജ്, ദേവദാസൻ കണ്ണൂർ, ഹാരിസ് കണ്ണൂർ, ഗോകുലാനന്ദൻ മോനാച്ച, KV സാജൻ എന്നിവർ സംസാരിച്ചു. ബദിയെടുക്ക വളമലെ ശ്രീ അണ്ണപ്പ പഞ്ചുരുളി മൂകാംബിക ഗുളിക ദൈവങ്ങളുടെ ദേവസ്ഥാന പുനഃപ്രതിഷ്ഠാ കലശോത്സവം 27 മുതൽ 30 വരെ നടക്കും. ഉത്സവത്തിന്റെ ക്ഷണപത്രം മുതിർന്ന വ്യവസായി വസന്ത പൈ ബദിയെടുക്ക പ്രകാശനം ചെയ്തു. ಲೋಕ ಕಲ್ಯಾಣ ಆಗಬೇಕು. ಎಲ್ಲ ಜೀವರಾಶಿಗಳು, ಕೇವಲ ಮನುಷ್ಯ ಮಾತ್ರ ಅಲ್ಲ, ಎಲ್ಲ ಜೀವರಾಶಿಗಳು ಕೂಡ ಒಳಿತಾಗಬೇಕು. ಇಲ್ಲದಿದ್ದರೆ ಒಂದು ಪ್ರಾಣಿಗೆ ರೋಗ ಬಂದರೆ ಏನಾಗಬಹುದು? ಈಗ ನೋಡಿ, ಮಂಗನ ಕಾಯಿಲೆ ಇದೆಲ್ಲ ಹೇಳುವುದಕ್ಕೆ ಎಲ್ಲ ಜೀವಕುಲಕ್ಕೆ ಕಾಣದ ಶಕ್ತಿಗಳು. ಅದಕ್ಕೆ ನಾವು ರೆಡಿಯಾಗಿ ನಿಂತು ಕೂಡಷ್ಟು ಆ ಪುಣ್ಯ ಸಂಪಾದನೆ ಮಾಡಬೇಕು. ಇದರಿಂದ ಮಾತ್ರ ಪುಣ್ಯ ಸಂಪಾದನೆ ಮಾಡಲಿಕ್ಕೆ ಸಾಧ್ಯ ಉಂಟು. ചടങ്ങിൽ ശങ്കർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സീനി സരളായ മുഖ്യാതിഥിയായിരുന്നു. വിശ്വനാഥ കരിമ്പില, വിജയ, രവികാന്ത് കേസരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ജില്ലാ കമ്മിറ്റി ഓഫീസ് നായന്മാർ മുലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ദേശീയ സെക്രട്ടറി G ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഫോർവേഡ് ബ്ലോക്ക് തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളിൽ സജീവമാണ്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമാണ്. സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി, ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഫോർവേഡ് ബ്ലോക്ക് പ്രവർത്തിച്ചു വരികയാണ്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നമ്മളെല്ലാവരുടെയും നേതൃത്വത്തിൽ ഈ ജില്ലയിൽ നടക്കുന്നു എന്നുള്ള വിവരമാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കുള്ളത്. ആ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കൈപ്പുഴ V രാമോഹൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി മുനീർ മുനമ്പം, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ഷാഫി കല്ലുവളപ്പിൽ, മുസ്ലിം ലീഗ് മുളിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് KB മുഹമ്മദ് കുഞ്ഞി, ഫോർവേഡ് ബ്ലോക്ക് ദേശീയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മനോജ് കുമാർ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മനോജ് ശങ്കരനെല്ലൂർ, സംസ്ഥാന കൗൺസിൽ അംഗം അബ്ബാസ് മുതലപ്പാറ, സംസ്ഥാന കമ്മിറ്റി അംഗം K മനോജ്, ഉദുമ നിയോജക മണ്ഡലം സെക്രട്ടറി ഷാഫി പെരുമ്പള, കാസർഗോഡ് നിയോജക മണ്ഡലം സെക്രട്ടറി അബ്ദുൽ റഹ്മാൻ KM, കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം സെക്രട്ടറി കുമാർ പുല്ലൂർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഉക്കിനടുക്ക, AIYL ജില്ലാ സെക്രട്ടറി അസീസ് ട്രെൻഡ്, ഇക്ബാൽ നായന്മാർ മൂല, തമ്പാൻ ചട്ടഞ്ചാൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. പ്രധാന വാർത്തകൾ വീണ്ടും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള സമയപരിധി അവസാനിച്ചതോടെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. മത്സര രംഗത്ത് 9 സ്ഥാനാർത്ഥികൾ. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബാംഗങ്ങൾക്ക് ആശ്വാസവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി എത്തി. പെരിയ ഇരട്ടക്കൊലക്കേസ് CBIക്ക് വിടണമെന്ന കുടുംബാംഗങ്ങളുടെ ആവശ്യത്തെ സർക്കാർ ഹൈക്കോടതിയിൽ എതിർക്കരുതെന്ന് AK ആന്റണി. കാസർഗോട്ടുകാർക്ക് ത്രസിപ്പിക്കുന്ന അനുഭവങ്ങൾ സമ്മാനിച്ച് കാസർഗോഡ് ഫാഷൻ ലീഗ്. സന്ധ്യാരാഗം ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ നടന്ന ഫാഷൻ ലീഗിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രശസ്ത മോഡലുകൾ അണിനിരന്നു. ജില്ലയിൽ വാഹനാപകടം മൂലം പരിക്കേൽക്കുന്നവർക്കായി സൗജന്യ സർവീസ് നടത്താനൊരുങ്ങി ആംബുലൻസ് ഡ്രൈവർമാർ. ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ജില്ലാ കമ്മിറ്റി ഓഫീസ് നായന്മാർ മൂലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ദേശീയ സെക്രട്ടറി G ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു. തളങ്കര മുസ്ലിം ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1975 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മംഗലാപുരത്തെ പ്രഗത്ഭ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.